ടാലിയിൽ നമ്മൾ എങ്ങനെയാണ് വൗച്ചർ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ സെയിൽസ് ഇൻവോയ്സിൻ്റെ നമ്പർ സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതായത് നമ്മൾ നോർമലി നമ്മളൊരു F8 അടിച്ച് സെയിൽസോ പർച്ചേസോ F9 പർച്ചേസ് അല്ലെങ്കിൽ F8 സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് നമ്പർ അവിടെ വരും 1 എന്ന്. പക്ഷേ നമ്മൾ ഡെയിലി ടാലിയിൽ നിന്നാണ് ഇൻവോയ്സ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ 1 അല്ല വേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു പകുതി വേറെ സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ട് പകുതിക്ക് വെച്ചാണ് ടാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ മുതലാണ് നമുക്ക് വേണ്ടത്. പകുതി ഇൻവോയ്സ് ഓൾറെഡി വേറെ എക്സലിലോ സോഫ്റ്റ്വെയറിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തുടർച്ചയായ നമ്പറാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് 100-ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സംഖ്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഖ്യ മുതലാണ് വേണ്ടത്. അതിപ്പോൾ ഏത് വൗച്ചറിനായാലും നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സെയിൽസ് ഇൻവോയ്സിൽ നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ആണല്ലോ ഒരു കമ്പനിയുടെ മെയിൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 3 ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. നോർമൽ ഒരു 100 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവോയ്സ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കോഡ് STP-100 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻവോയ്സ് /100 ആ വർഷം ലാസ്റ്റ് കാണിക്കുന്ന വിധത്തിൽ ഈ 3 രീതിയിലും നമുക്ക് ഇൻവോയ്സ് നമ്പർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ വെറും നമ്പർ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടത് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പോയിട്ട് വൗച്ചർ ടൈപ്സിൽ പോയിട്ട് ആൾട്ടർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ആൾട്ടർ ചെയ്തിട്ട് നമ്മൾ ഏത് വൗച്ചറാണോ അതായത് നമുക്കിപ്പോൾ സെയിൽസിൻ്റെ വൗച്ചറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ സെയിൽസ് വൗച്ചർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എൻ്റർ അടിച്ച് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ള അവിടെ ഒരു ഓപ്ഷൻ കാണാം. ഓട്ടോമാറ്റിക്കാണ് ഉണ്ടാവുക. അത് നമ്മൾ ആദ്യം മാനുവലായിട്ടൊന്ന് നോക്കാം. മാനുവലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സലിൽ പ്രിൻ്റ് എടുത്ത ഒരു ഇൻവോയ്സ് നമുക്ക് ടാലിയിൽ എൻ്റർ ചെയ്യണം. ആ ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് അങ്ങനെയൊക്കെ എൻ്റർ ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ പ്രൊട്ടക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് കാണാം. അത് യെസ് കൊടുക്കണം. കാരണം ഒരേ നമ്പർ തന്നെ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് ടാലി കാണിക്കും, എററായിട്ട് കാണിക്കും. ഓക്കെ, നമുക്കപ്പോൾ F8 അടിച്ചിട്ട് അക്കൗണ്ട് വൗച്ചറിൽ F8 അടിച്ചിട്ട് കണ്ട അവിടെ നമുക്കൊരു ഓപ്ഷൻ വരും ഇൻവോയ്സ് നമ്പർ. നമ്മളിപ്പോൾ എക്സലിൽ പ്രിൻ്റ് എടുത്ത് കൊടുത്ത ഇൻവോയ്സ് ജസ്റ്റ് ടാലിയിൽ പോസ്റ്റ് ചെയ്യാനാണ് നമുക്ക് ആ ഇൻവോയ്സ് നമ്പർ എൻ്റർ അടിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇൻവോയ്സ് നമ്പർ എൻ്റർ അടിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്നൊരു ഇൻവോയ്സ് സേവ് ചെയ്യാം. ക്യാഷ് അടിച്ചു, ഒരു 100 റിയാലോ എന്തെങ്കിലും ഒരു എമൗണ്ട് അടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? സെയിൽസ് അക്കൗണ്ടാണ് അടിക്കേണ്ടത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Alt+C അടിച്ചിട്ട് ഇതിൽ ഒരു ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സെയിൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇൻവെൻട്രി ഒന്നും സ്റ്റോക്കൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്തു. ഇപ്പോൾ 100 എന്നുള്ള ഇൻവോയ്സ് ആണ്. ഇനി നമ്മൾ വീണ്ടും 100 എന്ന് എൻ്റർ ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അക്കൗണ്ട് നമ്മളിത് പോസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് നോക്കാം. ലെഡ്ജറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് അക്കൗണ്ടിൽ ആ എൻട്രി ഉണ്ട് 100 എന്ന് പറഞ്ഞിട്ട് ഇൻവോയ്സ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് ലെഡ്ജറിൽ വന്നു. ഇനി നമുക്ക് വീണ്ടും ഒരു ഇൻവോയ്സ് ചെയ്യണം. അക്കൗണ്ട് വൗച്ചർ F8 അടിച്ചിട്ട് നമ്മൾ അറിയാതെ വീണ്ടും സെയിം നമ്പർ തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിക്കും. അതാണ് ഞാൻ പ്രൊട്ടക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എസ് ആക്കാൻ പറഞ്ഞത്. ഇതാണ് മാനുവലായിട്ട് ഇൻവോയ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ ടാലി എക്സലിലൊക്കെ പ്രിൻ്റ് എടുത്ത് വേർഡിലൊക്കെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന ഇൻവോയ്സുകൾ ആ നമ്പർ വെച്ചിട്ട് നമ്മളിതിൽ പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് 100 എന്നുള്ളൊരു നമ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 101, 102 അങ്ങനെ ആ നമ്പറാണ് നമ്മുടെ ഇൻവോയ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതെങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വൗച്ചർ ടൈപ്സിൽ പോകുന്നു, ആൾട്ടർ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് മാനുവൽ മാറ്റിയിട്ട് നേരത്തെ നമ്മൾ മാനുവൽ കാണിച്ചത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്നു. അത് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുക. പിന്നെ ആ കോൺഫിഗറേഷൻ എന്നുള്ളത് കോൺഫിഗറേഷൻ എന്നുള്ളത് എസ് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ് നമ്പർ 100 വേണ്ടത്. നിങ്ങൾക്ക് ഏത് നമ്പറാണോ അതടിക്കുക. നെക്സ്റ്റ് വിഡ്ത്ത് ഓഫ് ന്യൂമറിക്കൽ പാർട്ട് 3 ആണ്. 3 ഒക്കെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ 3 അടിക്കുക. പിന്നെ പ്രിഫിക്സ് വിത്ത് 0 എന്നുള്ളത് എസ് കൊടുത്താൽ നമ്മൾ 0-100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സിൽ ആ 0 കൂടി വരും. അത് എസ് കൊടുത്താൽ ഞാനിപ്പോൾ അത് അടിക്കണില്ല, നോ കൊടുത്തു. ഇനി ഇവിടെ താഴത്തുള്ളത് കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്ലിക്കബിൾ ഫ്രം ഡേറ്റ് കൊടുക്കണം. ഏത് ഡേറ്റ് മുതലാണ് നമുക്ക് ഇൻവോയ്സ് നമ്പർ വേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് മുതലാണ് ആ ഇൻവോയ്സ് നമ്പർ വേണ്ടത്. ആ ഡേറ്റ് അടിക്കുക. ഓക്കെ, പിന്നെ ആ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത ഇൻവോയ്സ് നമ്പർ തന്നെ നമ്മൾ താഴെയും സെറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്കിത് ഇയറിൽ അടുത്തത് ഏത് ഇയറിലാണ്, ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഇൻവോയ്സ് നമ്പർ വീണ്ടും പഴയതുപോലെ വേണോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഇത് തന്നെ തുടർച്ചയായ വർഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നവർ അടിക്കണം. നവർ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി ഇൻവോയ്സ് നമ്പർ മാറുകയാണെങ്കിൽ മന്ത്ലി അടിക്കാം. ഈ അടുത്ത മാസമാകുമ്പോൾ വീണ്ടും ഈ 100 തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. നവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്ത് വരും. അതായത് 1 by 1 ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരില്ല. അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. ആ അടുത്ത മാസം സെയിം ഇൻവോയ്സ് നമ്പർ തന്നെ വീണ്ടും വരും. അപ്പോൾ നമ്മൾ നെവർ കൊടുത്താൽ നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇൻവോയ്സ് നമ്പർ ചെയ്തിട്ടുണ്ട് 100-ൽ. അതുകൊണ്ടാണിത് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാം ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കുകയാണ്. ഒരു പുതിയ ഇൻവോയ്സ് നമ്പർ ഇതാ. നമ്മൾ ഓട്ടോമാറ്റിക് ഇൻവോയ്സ് നമ്പർ സെലക്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ
100 ഓട്ടോമാറ്റിക് വന്നു, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 100 വന്നു. ഒരു ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്തതാണ്, ജസ്റ്റ് സേവ് ചെയ്യാണ്. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് 101 വന്നു. അതങ്ങനെ അക്കൗണ്ട് വൗച്ചറിൽ പോയി വീണ്ടും സെയിൽസ് അടിക്കാൻ നോക്കിയാൽ 101 ഓട്ടോമാറ്റിക് വരും. ഇനി ഒന്നുകൂടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ 102 വരും. അതങ്ങനെ പ്ലസ്സായി ഓട്ടോമാറ്റിക് ഒരു വർഷം കഴിഞ്ഞാലും മാറില്ല. നമ്മളവിടെ നവർ സെലക്ട് ചെയ്തുകൊണ്ട് ഇത്ര വർഷങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ പ്ലസ്സായി വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് STP, നമ്മുടെ കമ്പനിയുടെ ഒരു കോഡ് വെച്ചിട്ട് bar-100 എന്നാണ് വരേണ്ടത് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പോകുന്നു, വൗച്ചർ ടൈപ്പ് എടുക്കുന്നു, അൾട്ടർ ചെയ്യുന്നു, സെയിൽസ് വൗച്ചർ എടുക്കുന്നു. ഓക്കെ, ഇവിടെയും ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ കോൺഫിഗറേഷൻ എസ് കൊടുക്കുന്നു. ഇവിടെ പോയിട്ട് നമ്മൾ മുകളിൽ 100 കൊടുത്തത് കറക്റ്റാണ്, കാരണം നമ്മൾ 100 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ STP എന്ന് വരണം. അപ്പോൾ നമ്മൾ പ്രിഫിക്സ് ഡീറ്റെയിൽസിലാണ് അത് കൊടുക്കുക. ഈ ഒരു ഇൻവോയ്സ് സെൻറ്ററിൽ വന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻവോയ്സിൻ്റെ ഫസ്റ്റ് എന്ത് വരണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ പ്രിഫിക്സ് ഡീറ്റെയിൽസിലാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് STP- എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം, അതവിടെ പ്രിഫിക്സ് ഡീറ്റെയിൽസിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. അതായത് ഇൻവോയ്സിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിഫിക്സ് ഡീറ്റെയിൽസിലും ഡേറ്റ് കൊടുക്കുക, ഏത് ഡേറ്റിനാണോ നമുക്ക് വേണ്ടത്. പിന്നെ അവിടെ പർട്ടിക്കുലർ എന്നുള്ളതിൽ STP- അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സേവ് ആയിട്ടില്ല, ഒരു മിനിറ്റ്, സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളൊരു നേരത്തെ ചെയ്ത ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമുക്കതൊന്ന് ഡിലീറ്റ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ഇൻവോയ്സ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അക്കൗണ്ട് വൗച്ചറിൽ പോയി F8 അടിച്ചാൽ കണ്ട നമുക്ക് STP-100. അപ്പോൾ പ്രിഫിക്സ് ഡീറ്റെയിൽസിൽ നമ്മൾ STP- കൊടുത്തതുകൊണ്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു ഇൻവോയ്സിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അക്ഷരങ്ങളോ നമ്പറുകളോ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിഫിക്സ് ഡീറ്റെയിൽസിൽ സെറ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഒരു ഇൻവോയ്സിൻ്റെ ഫസ്റ്റും ലാസ്റ്റും വരാൻ, അതായത് നമുക്കൊരു ഇൻവോയ്സ് നമ്പർ സെൻറ്ററിലും ലാസ്റ്റ് 21, അതുപോലെ 2021 ഫസ്റ്റ് എന്തെങ്കിലും നമ്മുടെ കമ്പനിയുടെ കോഡ് അല്ലെങ്കിൽ INV ഇൻവോയ്സ് എന്നോ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. അക്കൗണ്ടിങ് വൗച്ചറിൽ നമ്മൾ പോകുന്നു, വൗച്ചർ ടൈപ്സ് വീണ്ടും കൊടുക്കുന്നു, അൾട്ടർ സെയിൽസ് സെലക്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത് അതിവിടെ തന്നെ പോകുന്നത്, അവിടെ ഓട്ടോമാറ്റിക് തന്നെ കോൺഫിഗറേഷൻ എസ് ചെയ്യുന്നു. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രിഫിക്സിൽ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇൻവോയ്സ് നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല, 100 തന്നെയാണ്. അപ്പോൾ പ്രിഫിക്സിൽ എന്താണ് വേണ്ടത്, നമുക്ക് നേരത്തെ STP എന്നതിന് പകരം INV ആണ് വേണ്ടത്. അപ്പോൾ INV എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ INV എന്ന് എൻ്റർ അടിച്ചിട്ട് ഹാഷ് അടിച്ചു കൊടുക്കുക. INV ഹാഷിന് അവിടെ പർട്ടിക്കുലർ അടിച്ചു കൊടുക്കുന്നു, പ്രിഫിക്സ് ഡീറ്റെയിൽസ്. ഇനി സഫിക്സ് ഡീറ്റെയിൽസിനാണ് നമുക്കൊരു ഇൻവോയ്സിൻ്റെ ലാസ്റ്റ് 21 വേണം. അപ്പോൾ #21 നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം സഫിക്സ് ഡീറ്റെയിൽസിന്. നമ്മളിവിടെ ഈ പർട്ടിക്കുലർലി ഇയർലിന്ന് ഫസ്റ്റ് ഇൻവോയ്സ് നമ്പറെങ്കിൽ ഇയർലിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 21 എല്ലാ വർഷവും 21 തന്നെ കാണിക്കും. ഇതിപ്പോൾ ഒരു വർഷത്തേക്കാണ് 21 സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ വർഷത്തിലത് മാറ്റി കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ഇൻവോയ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം INV 100-21 വന്നു. അതായത് നമ്മൾ സഫിക്സും പ്രിഫിക്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻവോയ്സ് നമ്പർ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇൻവോയ്സ് നമ്പർ ജസ്റ്റ് ഒരു ഇൻവോയ്സ് സേവ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ഇൻവോയ്സ് നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ, 101. ആ 21 അവിടെ തന്നെ ഉണ്ട്, INV അവിടെ തന്നെ ഉണ്ട്. നമ്മളിനി എത്ര ഇൻവോയ്സ് ചെയ്താലും ഇൻവോയ്സ് നമ്പറുകൾ മാത്രമാണ് മാറുകയുള്ളൂ. നമ്മുടെ സഫിക്സും പ്രിഫിക്സും ഏത് ഡേറ്റ് വെച്ചിട്ടാണോ അത് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുവരെ അവിടെ ഉണ്ടാകും. നമ്മളിപ്പോൾ